വൈസ് വൺ ടി വിയുടെ ഫോക്കസ് പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് സംവദിക്കാനുള്ള വിഷയം ഡൽഹി ഹൈക്കോടതിയിലെ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ പണത്തെക്കുറിച്ചാണ്. വിവിധ തരത്തിലുള്ള വാർത്തകളാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയതിനെപ്പറ്റി വരുന്നത്. ഈ വാർത്തകൾക്ക് പിന്നിലെ പിന്നാമ്പുറങ്ങൾ തേടിച്ചെല്ലാൻ ആര് തയ്യാറാവും? അതാണ് ഇവിടെ പ്രശ്നം. ആദ്യം തന്നെ പറഞ്ഞു, ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നവരോട് മുഴുവൻ മടങ്ങിപ്പോകാനാണ് ഇദ്ദേഹത്തിൻ്റെ PA ആവശ്യപ്പെട്ടത്. ഇത് സത്യമാണോ ഇല്ലയോ എന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷേ ഒന്നുണ്ട്, ഇദ്ദേഹത്തിന് ഒരു ചരിത്രം, വിവാദപരമായ ചരിത്രമായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത് പല രംഗത്തും. അലഹബാദ് ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ വിവാദങ്ങളെല്ലാം ഓവർലുക്ക് ചെയ്ത് അല്ലെങ്കിൽ പരിഗണിക്കാതെ സുപ്രീം കോടതി കൊളീജിയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടെ തന്നെ ഇദ്ദേഹത്തെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയാക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ പല പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ED അന്വേഷണങ്ങൾ നടന്നിരുന്നത്. ഒരുമാതിരി എല്ലാ നേതാക്കൾക്കെതിരായിട്ട് അന്വേഷണം നടന്നു, കേജ്രിവാൾ ഉൾപ്പെടെ. എന്നാൽ തികച്ചും EDക്ക് അനുകൂലമായ വിധികളാണ്, അത് ശരിയായിരിക്കാം, EDക്ക് അനുകൂലമായ വിധികളാണ് ഇദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഒരാളൊഴികെ എല്ലാവർക്കും EDക്ക് അനുകൂലമായ വിധികളാണ് കിട്ടിയത്. പിണറായി വിജയൻ്റെ കാര്യത്തിൽ മാത്രം ഈ ജഡ്ജിക്ക് ഇടപെടേണ്ടി വന്നില്ല. ED അങ്ങനെ ഒരു നീക്കമായി പോയുമില്ല. ഈ EDയുടെ വേട്ടയാടലിൽ നിന്നും രക്ഷപ്പെട്ടു നിന്ന ഏക മുഖ്യമന്ത്രി, പ്രതിപക്ഷത്താണ് അദ്ദേഹം ഇരിക്കുന്നതെങ്കിൽ നേതാവ് ശ്രീ പിണറായി വിജയൻ തന്നെയായിരുന്നു. മറിച്ച് വേറെ ആലോചിക്കാം, തമിഴ്നാട്ടിലെ ഒരു ജഡ്ജി ജുഡീഷ്യറിയിൽ നടക്കുന്ന അഴിമതിയെപ്പറ്റി കുറേ ജഡ്ജിമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവർ അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ തയ്യാറായൊരു സുപ്രീം കോടതിയാണ് നമുക്കുള്ളത്. പീഡിപ്പിച്ചത് ആർക്ക് വേണ്ടിയാണെന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ മഹത്തായ പല ജഡ്ജിമെൻറ്റുകളുണ്ട്. പക്ഷേ ചില ജഡ്ജിമെൻറ്റുകൾ നമുക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പറ്റാത്തതാണ്. കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് 1-2 ഉദാഹരണങ്ങൾ എടുക്കാം. ഇവിടുന്ന് KG ബാലകൃഷ്ണൻ, അദ്ദേഹം ചീഫ് ജസ്റ്റിസ് വരെ ആളാണ്. അദ്ദേഹത്തെ വേറൊന്നും പറയാനില്ല. നമ്മുടെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുടെ ഫീസുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. അപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മെറിറ്റ് സീറ്റിലുള്ളവരുടെ ഫീസും ക്യാപിറ്റേഷൻ ഫീസ് കൊടുത്തു വരുന്നവരുടെ ഫീസും രണ്ടായിരിക്കണം എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. മെറിറ്റ് സീറ്റിൽ കുറഞ്ഞ ഫീസ്. ഈ തീരുമാനത്തിനെതിരായി അല്ലെങ്കിൽ ഈ നയത്തിനെതിരായി സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ എവിടെ പോയി? സുപ്രീം കോടതിയിൽ പോയി. ജസ്റ്റിസ് ബാലകൃഷ്ണനായിരുന്നു ഈ വാദം കേട്ട് വിധി പറഞ്ഞ ജഡ്ജി. അവിടെ ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്, ന്യായമായ ചോദ്യം. ഒരേ കോളേജിൽ ഒരേ കോഴ്സിന് 2 തരത്തിലുള്ള ഫീസ് എന്നുള്ളത് അന്യായമാണ്, നീതിക്ക് നിരക്കുന്നതല്ല. വളരെ ശരി. ഒരേ തരത്തിലുള്ള 2 തരത്തിലുള്ള ഫീസ് എന്ന് പറഞ്ഞത് നീതിക്ക് നിരക്കുന്നതല്ല എന്നാണ് ബഹുമാന്യനായ മലയാളിയായ നമ്മുടെ ജഡ്ജി KG ബാലകൃഷ്ണൻ വിധിച്ചത്. പക്ഷേ ഇതിൻ്റെ മറുവശമുണ്ട്. അത് ചോദിക്കേണ്ടിയിരുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ആന്റണിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും KM മാണിയുടെയും ഒക്കെ വേണ്ടി ആ ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായ വക്കീലന്മാരായിരുന്നു ചോദിക്കേണ്ടത്. അവിടെ ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം, ഒരേ കേസിന് സ്വകാര്യ മേഖല മെറിറ്റിലുള്ളവർക്കും അല്ലാത്തവർക്കും 2 തരത്തിലുള്ള ഫീസ് പറ്റില്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അതിനൊരു മറുവശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരേ കോഴ്സിലേക്ക് 2 തരത്തിലുള്ള പ്രവേശന നടപടിയാകാവോ? മാർക്കിലെ വിവേചനം പാടുള്ളോ? കുറേ പേർക്ക് മാർക്ക് കൂടുതൽ വേണം, കുറേ പേർക്ക് മാർക്ക് ഒന്നുമില്ലെങ്കിൽ നിയമിക്കാം. അവിടെ ചോദിക്കണമായിരുന്നു. അതുകൊണ്ട് ബാലകൃഷ്ണൻ രക്ഷപ്പെട്ടു, ആ വിധി രക്ഷപ്പെട്ടു. അവിടെ ചോദിക്കാൻ നമ്മൾക്ക് വേണ്ടി, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായ വക്കീലന്മാർക്ക് ലക്ഷക്കണക്കിന് രൂപ പിടിച്ച് ഹാജരായ വക്കീലന്മാർ തയ്യാറായില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ആ വിധി ഏത് തരത്തിലും നടപ്പാക്കാവുന്ന രീതിയിൽ സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് ഫീസിൻ്റെ കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നൊരു വിധിയായിട്ടത് മാറി. 2 സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്നുള്ള ആ സങ്കല്പത്തെ തന്നെ തകിടം മറിച്ചു. ആന്റണി നിശബ്ദനായിരുന്നു. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും മാണിയും അവർക്ക് ഇഷ്ടം പോലെ നടത്തിക്കൊണ്ടുപോയി. ഓരോ രംഗത്തും ജഡ്ജിമാരുടെ സഹായം, അല്ലെങ്കിൽ ജഡ്ജിമാർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഇടപെടലുകൾ ജനങ്ങളിൽ സംശയം ഉണ്ടാക്കുന്നു, സഹായിക്കുന്നില്ല. ഇപ്പോൾ അഭയ കേസ് ന്യായമായിട്ട് നടക്കേണ്ട വിധിയായിരിക്കും ചിലപ്പോൾ ഉണ്ടായത്. പക്ഷേ ജസ്റ്റിസ് സിറിയക് ജോസഫ് അവിടെ ഫോറൻസിക് ലാബ്, ബാംഗ്ലൂരിലെ ഫോറൻസിക് ലാബിൽ പോയി അത് പഠിക്കാൻ പോയി. ഈ കേസിൽ താല്പര്യമുള്ള ആളാണെന്ന് പിന്നീട് വന്നു കഴിഞ്ഞു. എനിക്ക് നമ്മുടെ ഭരണഘടനയേക്കാൾ താല്പര്യം അല്ലെ വിധേയത്വം എൻ്റെ സഭയോടാണ് എന്ന് പരസ്യമായി പറഞ്ഞ ജഡ്ജിയാണ്. വീണ്ടും വരുന്നു, കേരള ഹൈക്കോടതിയിൽ കൊലക്കേസിൽ പ്രതികളായ CPM പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഒരു ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത്
ഈ കേസ് ഇപ്പോഴെങ്ങും തീരിയല്ല. 6-7 വർഷം കഴിഞ്ഞാലും ഇവിടെ ഈ കേസ് തീരിയല്ല. അതുകൊണ്ട് അവരെ അത്രയും കാലം ജയിലിൽ പിടിച്ചിടാൻ പറ്റിയില്ല, അവർക്ക് ജാമ്യം കൊടുക്കുന്നു. അത്ര ലീനിയൻ്റ് വ്യൂ ആണ് ചില കാര്യങ്ങൾ എടുക്കുന്നത്, ചില കാര്യങ്ങളിൽ കർശനമായിരിക്കും. ഈ സാഹചര്യം ആണ് ഈ വെളിച്ചത്ത് കൊണ്ടുവരുന്നൊരു കാര്യം. യശ്വന്ത് വർമ്മ ഇത് ചെയ്തത് എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ്, അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടോ? ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാനാണ് സുപ്രീം കോടതിക്ക് താല്പര്യം. ഇയാളെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അവിടുത്തെ വക്കീലന്മാർ മുഴുവൻ സമരമാണ്. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വരെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ തന്നെ പ്രൈമാ ഫേസി ഒരു തെറ്റായ നടപടികൾ യശ്വന്ത് ശർമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് അദ്ദേഹം നടത്തിയ ന്യായവിധികളെപ്പറ്റി ഒരു പരിശോധനയെങ്കിലും നടത്തണ്ടേ? തിരിച്ച് പരിശോധിക്കണമെങ്കിൽ പോലും അതിനെക്കുറിച്ചൊരു ഏകദേശ രൂപമെങ്കിലും ഗവൺമെൻറ്റിനുണ്ടാകണ്ടേ, ജനങ്ങൾക്കുണ്ടാകണ്ടേ? ആ വിധി ജനങ്ങളെ ബാധിച്ച വിധികൾ കാണും. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡിവിഷൻ ബെഞ്ചിലോ ഫുൾ ബെഞ്ചിലോ ഉണ്ടായിരുന്ന മറ്റ് ജഡ്ജിമാരുടെ സമീപനം അന്വേഷിക്കണ്ടേ? അവരെങ്ങനെയാണ് ചെയ്തത്? ഇപ്പോൾ ഒരു സ്ഥലത്തെ ഒരു ജഡ്ജിയുടെ വീട്ടിലേ കത്തിയുള്ളൂ. ഒരു ജഡ്ജിയുടെ വീട്ടിലാണ് ക്യാഷ് കത്തിയത്. ചണസഞ്ചിയിൽ നിറച്ച ക്യാഷാണ് കത്തിയത്. ഉടനെ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിക്ക് വേണേൽ പറയാം, ഒരൊറ്റപ്പെട്ട സംഭവമാണ്, ഒരു ജഡ്ജിയുടെ വീട്ടിലേ കത്തിയുള്ളൂ, എല്ലാവരുടെയും വീട്ടിൽ കത്തിയില്ലല്ലോ എന്നായിരിക്കും പിണറായി വിജയൻ പറയുന്നത്. അതേ ന്യായീകരണമായിരിക്കും മോഡിയും അമിത്ഷായും പറയുന്നത്. ഇത്തരം വൈരുദ്ധ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് എന്തിനു മറച്ചു വയ്ക്കുന്നു? മറച്ചു വയ്ക്കാനുള്ള 100 മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാൻ 100 മാർഗ്ഗങ്ങളുണ്ട്. നമ്മുടെ മുഴുവൻ താല്പര്യങ്ങളെയും ശ്രദ്ധയെയും ചാനലുകൾ, മാധ്യമങ്ങൾ വഴി മറ്റ് രംഗങ്ങളിലേക്ക് തിരിച്ചുവിടും. ഇനി വീണ്ടും ഈ ജഡ്ജിയുടെ ഒരു കാര്യം ഓർക്കുക, ഈ കത്തിച്ച് കളഞ്ഞ നോട്ടിൽ ഒരു മലയാളി ഗന്ധമുണ്ടോ, ഒരു കേരളീയൻ്റെ ഗന്ധമുണ്ടോ? കൈതോലപ്പായി കൊണ്ടുപോയ നോട്ടുകെട്ട് അച്യുതാനന്ദൻ്റെ പി ആയിരുന്ന ശക്തിധരൻ പറഞ്ഞതുപോലെ കൈതോലപ്പായിൽ എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോയ നോട്ടുകെട്ട് ഈ ചണച്ചാക്കിലെത്തിയോ ഡൽഹിയിൽ? ആ നോട്ടുകെട്ടിലാണോ കത്തിച്ച് കളഞ്ഞത്? അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ലാവലിംഗ് കേസ് നോബൽ പ്രൈസിലേക്ക് നീളുകയാണ്. ഒരിക്കലും തീരാത്ത അവധി വെച്ച് അവർക്ക് ജഡ്ജിമാർക്കെങ്കിലും ഒരു മടുപ്പ് തോന്നണം. ജുഡീഷ്യൽ രജിസ്ട്രിക്ക് മടുപ്പ്, എന്നിട്ടും പിന്നെയും അവധി വയ്ക്കുകയാണ്. ഇനി ഒരിക്കലും അവധി തരികയില്ല എന്ന് പറയും, പക്ഷേ ഫലത്തിൽ വീണ്ടും അവധി വയ്ക്കും. ഇതിനാരാ ഉത്തരം പറയുന്നത്? അപ്പോൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ലാവലിംഗ് കേസ് പോലെ രാഷ്ട്രീയ നേതാക്കൾക്ക് താല്പര്യമുള്ള കേസുകൾ തുടർച്ചയായി മാറ്റിവെക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ ക്യാഷ് കത്തിയതിനെപ്പറ്റി, ജഡ്ജിയുടെ വീട്ടിൽ ക്യാഷ് കത്തിയതിനെപ്പറ്റി അത്ഭുതം ഉണ്ടാകില്ല. കാരണം ഇത് സംഭവിക്കും. ഇവിടെ കൈതോലപ്പായിൽ കെട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ ക്യാഷ്, ആ ക്യാഷ് അടുത്ത വിമാനത്തെ കയറ്റി ഡൽഹിയിലെത്തിയിട്ടുണ്ടോ? ആരെയെങ്കിലും സ്വാധീനിക്കാൻ അറിയേണ്ട കാര്യമാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടത്താവുന്ന ഒരു ധാരണ ആർക്കുണ്ടായി? നമ്മുടെ രാഷ്ട്രീയക്കാർക്കുണ്ടായി, നമ്മുടെ ജുഡീഷ്യറിക്കുണ്ടായി. ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ കാര്യം ദൗർഭാഗ്യവശാൽ കുറഞ്ഞു വരികയാണ്. അവസാനത്തെ ആശ്രയമാണ് ജുഡീഷ്യറി. മറ്റൊന്നുകൂടി ആലോചിക്കുക, ജുഡീഷ്യറിയിലേക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് ലാഘവ ബുദ്ധിയോടെയാണോ? കേരളത്തിലെ PSC പരീക്ഷ നടത്തുന്ന പോലെയാണോ? അല്ലെ കോൺട്രാക്ട് ലേബർ വെക്കുന്നത് പോലെയാണോ? തൊഴിലുറപ്പ് തൊഴിലാളി വെക്കുന്നത് പോലെയാണോ? കുറേ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് വെക്കുന്നത്. ആ പ്രൊസീജിയറിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ പോലുള്ളവർക്ക് ജഡ്ജിമാരാകാൻ, ഹൈക്കോടതി ജഡ്ജിയാകാനും പിന്നീട് സുപ്രീം കോടതി അവിടുന്ന് ചീഫ് ജസ്റ്റിസ് ആകാൻ പറ്റുമെങ്കിൽ പല കേസുകളും ഇങ്ങനെ വരുത്തിരിക്കുന്ന പല കേസുകളും മോഡി ഗവൺമെൻറ്റിനെ പ്രീതിപ്പെടുത്തുന്ന വിധികളാണെന്നുള്ളതാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ചിലപ്പോൾ അങ്ങേരുടെ വിധി മുഴുവൻ ശരിയായിരിക്കും, പക്ഷേ ഈ ഒരു സംഭവം അങ്ങേരെ മുൾമുനയിൽ നിർത്തുന്നു. അത് എത്ര നാൾ ഇങ്ങനെ നമ്മുടെ ജുഡീഷ്യറി ഒരു നിഴലിൽ നിന്നും കറുത്ത കുപ്പായങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ അവരുടെ താല്പര്യങ്ങൾ പുറത്തേക്ക് വരികയും നീതിബോധം ജനങ്ങൾ കൂടി ഉണ്ടാകണമെങ്കിൽ ജുഡീഷ്യറിക്ക് നീതിബോധം ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നണം. ആ തോന്നലിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള പ്രത്യാശയോടെ നിർത്തുന്നു ഈ എപ്പിസോഡ് ഓഫ്